35 വയസ്സിന് ശേഷം നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ സ്ത്രീകളും അനുഭവിച്ചു വരുന്ന ബുദ്ധിമുട്ടുകളാണ് കാൽവേദന, കൈവേദന, ഇടയ്ക്കിടയ്ക്കുള്ള പനി, അതുപോലെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ക്ഷീണം, ഉറക്കമില്ലായ്മ എന്നിവയൊക്കെ. ഇതൊരു പക്ഷേ ആർത്തവ വിരാമത്തിൻ്റെ ലക്ഷണമാകാം. ഇന്ന് ഈ വീഡിയോയിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇത് സ്ത്രീകൾ മാത്രമല്ല, അവർക്ക് ചുറ്റുപാടുമുള്ള എല്ലാ ആളുകളും നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒന്നാണ്. ഇന്ന് എന്നോടൊപ്പമുള്ളത് ഡോക്ടർ നിഷിത ആൻഡ് ഡോക്ടർ ജോബിത, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. നമസ്കാരം ഡോക്ടേഴ്സ്. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഒരുപാട് കാര്യങ്ങൾ ഒരു 35 വയസ്സിന് ശേഷം കണ്ടുവരാറുണ്ട്. ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ള ദേഷ്യമാവാം, ഉറക്കക്കുറവാവാം, അതുപോലുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാകാം. ഇത് ആർത്തവ വിരാമത്തിൻ്റെ ഒരു ലക്ഷണമാണോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? യൂഷ്വലി ആർത്തവ വിരാമം എന്ന് പറയുന്നത് പലരും മനസ്സിലാക്കിയിട്ടുള്ളത് പൊടുന്നനെ സംഭവിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ ഒരു മാസം പീരീഡ് ആയിട്ടില്ലെങ്കിൽ 45 കഴിഞ്ഞൊരു സ്ത്രീ പറയുന്നത് എൻ്റെ ആർത്തവം നിലച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് സംസാരിക്കാറ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഒറ്റ കാര്യമുണ്ട് അതിൽ. ഇതൊരു പെരി മെനപ്പോസൽ ഏജ് അല്ലെങ്കിൽ പെരി മെനപ്പോസൽ ടൈം പീരീഡ് ഉണ്ട്. ഒരു വർഷമോ 2 വർഷമോ അല്ല, ചിലപ്പോൾ ഒരു 7 മുതൽ 8 വർഷം വരെ വരാവുന്നൊരു പീരീഡാണ്. ഈ പീരീഡിൽ നമുക്ക് ചേഞ്ചസ് തുടങ്ങും. അതായത് ഈ ചേഞ്ചസ് തുടങ്ങി, ഹോർമോൺ ഫ്ലക്ച്വേഷൻ തുടങ്ങി, ആ കാലയളവ് അത്രയും ആ സ്ത്രീക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, മെൻസസ് സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാവാം, ചില മാസങ്ങളിൽ ഹെവി ബ്ലീഡിങ് ഉണ്ടാവാം. ഈ സമയത്ത് തന്നെയാണ് ഇമോഷണൽ സ്ട്രെസ്സും വളരെയധികം കൂടി വരുന്നത് സ്ത്രീകളിൽ. അതോടൊപ്പം തന്നെ വെച്ചാൽ മെൻസസിൻ്റെ ചില ആളുകൾ ഇത് നേരത്തെ സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഏർലി മെനോപോസൽ സിംറ്റംസ് ഉണ്ടാകും. ഒരു 35 ഒക്കെ കഴിഞ്ഞിട്ടുള്ള ലേഡീസിലാണെങ്കിൽ ഇത് കൂടുതൽ ചിലപ്പോൾ ഇങ്ങനെ മെൻസസിൽ ഇറഗുലാരിറ്റീസ് സ്റ്റാർട്ട് ചെയ്തിട്ടാവും വരെ ഉണ്ടാവുക. അപ്പോൾ നമ്മളതിന് പ്രത്യേക ഇൻവെസ്റ്റിഗേഷൻസൊക്കെ നോക്കിയിട്ട് അതിന് ഫൈബ്രോയിഡ്സോ അങ്ങനെ എന്തെങ്കിലും റീസൺസ് കാരണമാണോ അല്ലെങ്കിൽ ഈ ഹോർമോൺ റെഡ്യൂസ് ചെയ്ത് വരുന്നത് കൊണ്ടാണോ എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. ചില ആളുകൾ നേരത്തെ നിൽക്കാം, കാരണം ഫാമിലി ഹിസ്റ്ററി ഒക്കെ നേരത്തെ നിന്നിട്ടുള്ളൊരു വ്യക്തികളാണെങ്കിൽ അവരിത് നേരത്തെ നിൽക്കാനുള്ളൊരു പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പം അപ്പോൾ ഒരു 35 കഴിഞ്ഞാൽ തന്നെ ഇതിൽ ഒരു ചേഞ്ചസ് നന്നായിട്ടുണ്ടാവാറുണ്ട്. ഇനി ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഒരു 1 ഇയറിനുള്ളിൽ ഒട്ടും മെൻസസ് ആവാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഒരുപാട് ഹെവി ബ്ലീഡിങ് ഉണ്ടാവുക, അല്ലെങ്കിൽ ബ്ലീഡിങ്ങിൽ തന്നെ ചിലപ്പോൾ ഒരു 3-4 മാസമൊക്കെ മെൻസസ് ആവും, പിന്നെ പെട്ടെന്ന് ചില മാസങ്ങളിൽ ഒട്ടും ഇല്ലാത്തൊരവസ്ഥ, അങ്ങനെയൊക്കെ വരാറുണ്ട്. മെൻസസിൽ നല്ല ഇറഗുലാരിറ്റീസ് കാണാറുണ്ട് ഇതിൽ. യൂഷ്വലി ഇതിൻ്റെ സിംറ്റംസ് ജനറലി ഇങ്ങനെയാണ് വരിക. അപ്പം ബ്ലീഡിങ് ഇറഗുലാരിറ്റി ആണ് ഇനിഷ്യലി പേഷ്യൻ്റ് നോട്ടീസ് ചെയ്യുന്ന സിംറ്റം. പക്ഷേ വീടുകളിൽ നമ്മൾ നോക്കുമ്പോൾ കുട്ടികളായിട്ട് ഏറ്റവും കൂടുതൽ അമ്മമാർ തല്ല് പിടിക്കുന്ന ഒരു പീരീഡ് ഇതാണ് ടീനേജ് മക്കള്. കാരണം വെച്ചാൽ മക്കള് ഒരു ടീനേജിന്റെ ഹോർമോൺസിന്റെ ഒരു ലെവലിലും അമ്മമാർ ഈ മെനോപോസലിന്റെ ഒരു ഹോർമോൺ ഇംബാലൻസിലും. അത് പലരും അത് മനസ്സിലാക്കൂല ആ ടൈമിൽ. കുട്ടികൾക്ക് എന്തായാലും അത് മനസ്സിലാക്കാൻ കഴിയില്ല. അവരും ആ ഒരു ഹോർമോണൽ ചേഞ്ചിലൂടെ കടന്നു പോവാണ്. ആ ടൈമിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം സ്ത്രീകൾ ഇറിറ്റേറ്റ് ചെയ്യും. ഇപ്പം നിങ്ങൾ പണ്ട് ചെയ്തിരുന്ന തന്നെയായിരിക്കും, പക്ഷേ ആ ഒരു പീരീഡിൽ ചെയ്യുന്ന സമയത്ത് അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഫാൻ ഓഫ് ചെയ്തില്ല, പണ്ട് ചിലപ്പോൾ നീ എന്താ ഫാൻ ഓഫ് ചെയ്യാത്തതെന്നായിരിക്കും ചോദിക്കുക. ഇത്തവണ അത് ഷൗട്ടിങ്ങിലേക്കും മാറും. അപ്പോൾ കുട്ടികൾ യൂഷ്വലി ഒരു പരാതി പറയാൻ അല്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നത് അവരുടെ ഫാദറിൻ്റെ സൈഡിലായിരിക്കും. ഈ കുട്ടികളുടെ മുന്നിൽ വെച്ച് തന്നെ ഈ ഫാദർ അമ്മേനെ തിരുത്തും. അവർ കുട്ടികളല്ലേ, അത് ഇവരെ കൂടുതൽ ട്രിഗർ ചെയ്യുക. യൂഷ്വലി അത് അപ്പം മുന്നേ അങ്ങനെ ആയിരിക്കില്ല അവർ പ്രതികരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പിന്നെ നമ്മളിപ്പം ന്യൂസിലൊക്കെ കാണാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം ന്യൂസെല്ലാം ശരിയാണെന്നറിയില്ല, മീൻ കഷ്ണം കിട്ടാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്തു, ഇങ്ങനെയാണ് സ്റ്റോറി വരുന്നത്, കഥ വരുന്നത്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ക്ലിക്ക് ബെയ്റ്റ് ആണ്. നമ്മളത് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ടാഗ് വരുന്നത്. അത് കാണുമ്പോൾ നമ്മൾ റീഡ് ചെയ്യും, ഒരു മീൻ കഷ്ണം കിട്ടാത്തതിന് ഒരാൾ ആത്മഹത്യ ചെയ്തോ. പക്ഷേ മീൻ കഷ്ണത്തിൽ നിന്നല്ല പ്രശ്നം തുടങ്ങുന്നത് അവഗണനയാണ്. അതായത് കുറേ നാളായിട്ട് ഇവർ റെസ്പോൺസിബിളായിട്ട് ഇവരുടെ ഡ്യൂട്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇത് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല, ഇത് അപ്രിഷിയേറ്റ് ചെയ്യുന്നില്ല. ഈ പ്രശ്നം എല്ലാം വർഷങ്ങളോളം ഉള്ളിൽ കൊണ്ട് നടന്ന് ഈ ഒരു പെരി മെനപ്പോസൽ പീരീഡിൽ ഹോർമോൺ ഫ്ലക്ച്വേഷൻ തുടങ്ങുമ്പോൾ ഇതെല്ലാം അങ്ങോട്ട് പുറത്തേക്ക് വരാൻ തുടങ്ങും, തികട്ടി വരാൻ തുടങ്ങും. യൂഷ്വലി അങ്ങനെയാണ് ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്യാറ്. മെനോപോസൽ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ പ്രധാനമായിട്ട് ഡോക്ടർ പറഞ്ഞ പോലെ ഇമോഷണൽ ഡിസ്റ്റർബൻസ് നല്ല രീതിയിലുണ്ടാവും. അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടാവും. കാരണം അവർക്ക് ഹോട്ട് ഫ്ലഷസ്, ചിലപ്പോൾ ചൂട് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ കൂടെ കിടക്കുമ്പോൾ ഹസ്ബൻഡ് തന്നെ പലപ്പോഴും നമ്മുടെ OPയിൽ ഹസ്ബൻഡ്സ് പറയാറുണ്ട്, അവൾക്ക് ഒന്ന് എട്ടിപ്പിടിക്കുന്നത് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഒന്ന് കൂടെ കിടക്കുമ്പോൾ തന്നെ അവൾക്ക് ആകെ ഒരു ഇറിറ്റേഷനാണ്. കാരണം അവർക്ക് ഈ ശരീരത്തിൽ ഉണ്ടാവുന്ന ഈ ഹോർമോൺ ഇംബാലൻസ് മൂലമാണ് ഇത്തരത്തിലുണ്ടാവുക. അതെപ്പോഴും ഹസ്ബൻഡ്സാണ് മനസ്സിലാക്കേണ്ടത് പ്രധാനമായിട്ട്. ഈ ഒരു ഇഷ്യൂസൊക്കെ കാരണം അവരിൽ ഇമോഷണലിയും പ്രശ്നം, ഫിസിക്കലി അവർക്ക് വരുന്ന ഇഷ്യൂസുകൾ, കാരണം ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഈ മെനോപോസ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിൽ വരാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്.
ഒരു ദിവസം ഒരു പേഷ്യൻ്റ് ഇവിടെ വന്നിട്ട് കരഞ്ഞു പറയണ്ടായി. അവർക്ക് അത്രയും ആഗ്രഹിച്ചിട്ടാണ് അവരെ മോൻ്റെ കല്യാണം നടന്നത്. പക്ഷേ ആ ഒരു സമയത്താണ് ഇവർക്ക് ഇത് വരുന്നത്, ഭയങ്കരമായിട്ട് ദേഷ്യം വരിക. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ അതൊരു കുടുംബത്തെ ബാധിക്കുന്നുള്ളൊരവസ്ഥയിലായപ്പോൾ ആ മരുമോളെ അവരെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ടാണ് ഈ സ്ത്രീ ഇവിടെ കൺസൾട്ടേഷന് വരുന്നത്. ഭയങ്കര സങ്കടകരമായ ഒരു അവസ്ഥയാണ്. ആ സമയത്ത് തികച്ചും മനസ്സിലാക്കാത്തൊരു ചുറ്റുപാടും കൂടെയാണ് അവർക്ക് ചുറ്റുമുണ്ടെങ്കിൽ അവർ ഭയങ്കരമായിട്ട് തകർന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. ഇത്തരത്തിൽ ഈ ഇമോഷണൽ ഡിസ്റ്റർബൻസ് വളരെ കൂടുതലായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ഡിപ്രഷൻ, ആങ്സൈറ്റി പോലെയുള്ളൊരു ബുദ്ധിമുട്ടിലേക്ക് എത്തും. ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ മത്സ്യത്തിൻ്റെ ഒരു കഷ്ണം കിട്ടാത്തത് കൊണ്ട് സൂയിസൈഡ് ചെയ്യുന്നുള്ളതല്ല, ആ ഒരു ഡിപ്രസീവ് സ്റ്റേറ്റിലേക്ക് ആളെത്തിയത് കൊണ്ടാണ് ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് വന്നത്. അപ്പോൾ വീട്ടുകാരെപ്പോഴും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു നിങ്ങളുടെ സഹോദരിയോ അല്ലെങ്കിൽ അമ്മയൊക്കെ ഇങ്ങനെ ഈ ഒരു കണ്ടീഷനിൽ പോവുകയാണെങ്കിൽ ഇത്തരത്തിലൊക്കെ മാനസിക ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ അവരെ ട്രീറ്റ് ചെയ്യേണ്ടതാണ്. എപ്പോഴും ഒരു ഇമോഷണൽ സപ്പോർട്ട്, അതൊരു ബാക്ക് ബോൺ സപ്പോർട്ട്, ഒരു ഒന്നുകിൽ പാർട്ട്ണറുടെ അല്ലെങ്കിൽ മക്കളുടെ ഒക്കെ ഇവർക്ക് അത്യാവശ്യമാണ്. നമുക്കറിയാം നേരത്തെയൊക്കെ എന്താ വെച്ചാൽ ഏർലി ആയിട്ട് മാരേജ് കഴിഞ്ഞിരുന്ന സമയത്ത് പലപ്പോഴും അമ്മായിയമ്മ പോര് എന്ന നാട്ടിൽ പലപ്പോഴും പറയാറുണ്ട്. അതും ഇത് തന്നെ ഡോക്ടർ പറഞ്ഞ മാതിരി ഇന്ന് ടീനേജിൻ്റെ കണ്ടീഷൻ പറഞ്ഞ പോലെ തന്നെയാണ്. കാരണം അമ്മായിയമ്മമാർക്ക് അന്ന് ഒരു 40+ ഒക്കെ ഉണ്ടാവുള്ളൂ, നേരത്തെ മാരേജ് കഴിഞ്ഞതുകൊണ്ട് തന്നെ അവരുടെ കുട്ടികളും അത്രയും ഏജ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ വീട്ടിലുണ്ടാവുന്ന ഒരു കോൺഫ്ലിക്റ്റും ഒരു സംഭവമൊക്കെ ഇതുമൂലം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പലപ്പോഴും ഇത് ഐഡൻറ്റിഫൈ ചെയ്യാതെ പോയതിനാലാണ് ഇത്തരത്തിൽ ഇഷ്യൂസൊക്കെ അന്ന് കൂടുതലായിട്ടുണ്ടായിരുന്നത്. ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി നമ്മൾ കാര്യമായിട്ട് പറയുമ്പോൾ സ്ത്രീകൾ പലരും OP വരുമ്പോൾ സ്ഥിരമായിട്ട് പറയുന്നൊരു പ്രശ്നമുണ്ട്. നമ്മളോട് സംസാരിച്ച് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അവർ ഇമോഷണൽ ആവാൻ തുടങ്ങും, കണ്ണിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങും. പക്ഷെ പണ്ട് ഭയങ്കര സ്ട്രോങ് ബോൾഡായിട്ടുള്ള ആളായിരിക്കും. ക്യാരക്ടർ അവർ വിവരിക്കുന്ന സമയത്ത് അവരിതൊന്നും പറയില്ല. പക്ഷേ നമ്മളായിട്ട് സംസാരിച്ച് തുടങ്ങുമ്പം ചെറിയതായിട്ട് വീപ്പിംഗ് തുടങ്ങും, സൗണ്ട് ഷിവർ ചെയ്യാൻ തുടങ്ങും. ഇതൊക്കെ നമ്മൾ നോട്ടീസ് ചെയ്യാറുണ്ട്. മാത്രമല്ല അവർ പറയും, പല ആൾക്കാരും പറഞ്ഞാൽ തൊണ്ടയിലൊരു മുള്ള് കുത്തുന്നൊരു സെൻസേഷൻ ഉണ്ട്. പലർക്കും സങ്കടം വരുമ്പോൾ എവിടെ നിന്നാണ് സങ്കടം വരുന്നതെന്ന് അറിയില്ല. നമ്മുടെ മനസ്സ് എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഹൃദയത്തിലാണെന്ന് പറയുന്നവരുണ്ട്, തലച്ചോറിലാണ് മനസ്സെന്ന് പറയുന്നവരുണ്ട്. പക്ഷേ പലർക്കും സങ്കടം വരുമ്പോൾ ചില ഭാഗത്ത് വേദന വരും. ശ്രദ്ധിച്ചാൽ ചിലർക്ക് തൊണ്ടയിലൊരു തരം കുത്തൽ, കുടുങ്ങി കിടക്കുന്ന പോലെ, ചിലർക്ക് നെഞ്ചിന്ന് ഒരു കത്തൽ പോലെ, അങ്ങനെ പല സെൻസേഷൻ പലരും പറയാറുണ്ട്. അപ്പോൾ സ്ത്രീകൾ പൊതുവെ ഈ ഒരു ഏജിലെത്തുമ്പോൾ തൊണ്ടയിലൊരു മുള്ളുണ്ട്, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ബോൾ പോലെ, പഞ്ഞി പോലെ എന്തൊരു സാധനം ഡോക്ടർ ഇവിടെ കുടുങ്ങിയിട്ടുണ്ട്, തൈറോയ്ഡ് ആണോ എന്ന് ഇങ്ങോട്ട് ചോദിക്കും. ഇപ്പോൾ സൗണ്ട് ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ അത് തൈറോയ്ഡ് ഇഷ്യൂസ് അല്ല. ഈ സംഭവം ശരിക്കും മെഡിക്കലി പ്രസൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. കാരണം സ്ത്രീകൾക്ക് ഇമോഷൻ വരുന്ന സമയത്ത് കൂടുതലായിട്ട് ഇവിടെ എന്തോ ഉള്ള പോലെ തോന്നും, ഒബ്സ്ട്രക്ഷൻ വന്ന പോലെ ഫീൽ ചെയ്യും. അപ്പോൾ ഈ പീരീഡിൽ നമ്മൾ മെഡിസിൻസ് കൊടുത്ത് 1 മന്ത് കഴിയുമ്പോൾ കൂടുതൽ അവർക്ക് മെൻ്റൽ സപ്പോർട്ടാണ് കൊടുക്കാറ്. അതിൻ്റെ കൂടെ മെഡിസിൻസ് കൊടുത്ത് 1 മന്ത് കഴിയുമ്പോഴേക്കും കുറച്ച് ബെറ്റർ ആയ പോലെ അവർക്ക് തോന്നാറുണ്ട്. ഇത് എന്ന് പറയുമ്പോൾ നമുക്ക് ഫിസിക്കൽ സിംറ്റത്തിൻ്റെ കൂടെ ഒരു ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഇമോഷണൽ സിംറ്റം ഇതിലുണ്ട് എന്ന് എവിഡൻ്റ് ആവുന്ന ഒരു മേഖലയാണത്. പിന്നെ ഫിസിക്കലി ഇവർക്ക് എന്താ വെച്ചാൽ നല്ല രീതിയിൽ ക്ഷീണം ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഈ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോണിൻ്റെ ഒക്കെ ഇംബാലൻസ് വരുന്നതുകൊണ്ട് തന്നെ ഫിസിക്കലി നല്ല വീക്ക്നെസ് ഫീൽ ചെയ്യും. പിന്നെ ജോയിൻ പെയിൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയമായിരിക്കും. ഓസ്റ്റിയോപൊറോട്ടിക് ചേഞ്ചസ് ഒക്കെ വരുന്നത് കാരണം തന്നെ കാലിലൊക്കെ പെയിൻ വരിക. കാരണം കൂടുതൽ നേരം അടുക്കളയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ചിലപ്പോൾ പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, ഡോക്ടറെ ഒരു ജോലിയും ചെയ്യാൻ തോന്നാറില്ല, ഭയങ്കര ക്ഷീണമാണ്, അല്ലെങ്കിൽ രാത്രി കിടക്കാൻ പറ്റില്ല, അപ്പോൾ കാലുവേദനയാണ് എന്നുള്ളതൊക്കെ. ഈ ഓസ്റ്റിയോപൊറോട്ടിക് ചേഞ്ചസ് വരുന്നത് മൂലമാണ് ഇവരിൽ ഈ കാലുവേദനയൊക്കെ ഉണ്ടാവുക. അപ്പോൾ പ്രോപ്പർലി ഭക്ഷണ കാര്യത്തിൽ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം കൃത്യമായിട്ട് നല്ല പോഷകാഹാരങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. വൈറ്റമിൻ ഡിൻ്റെ ഡെഫിഷ്യൻസി നല്ല രീതിയിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഡെഫിഷ്യൻസികൾ ഉള്ളത് എന്നുള്ള ബ്ലഡ് റുട്ടീൻസുകളൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് അവരെ പ്രോപ്പർ കെയർ ചെയ്യാനും കൂടെ പ്രത്യേകം നോക്കേണ്ടതാണ്. ജനറലി ഡെഫിഷ്യൻസീസ് വരുന്നൊരു കാലം ആണ്, ഏജ് ഗ്രൂപ്പാണ്, പ്രത്യേകിച്ച് കാൽഷ്യത്തിൻ്റെ. അതിപ്പം ഭക്ഷണം എന്ന് പറയുന്ന സ്ത്രീകൾ കഴിക്കാൻ പിന്നോട്ടായിരിക്കും. കാരണം ആരാണോ കുക്ക് ചെയ്യുന്നത് അവർ പൊതുവേ കഴിക്കാൻ ബാക്കോട്ടായിരിക്കും. ബാക്കിയുള്ളവർക്കൊക്കെ ഫീഡ് ചെയ്തിട്ട് ബാക്കി കഴിക്കുക, അല്ലെങ്കിൽ പിന്നെ ഏറ്റവും നല്ല സാധനങ്ങൾ സെർവ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് മാത്രം കഴിക്കുക. പലപ്പോഴും ചോറ് മാത്രമായിരിക്കും കൂടുതൽ കഴിക്കുന്നത്. ഒന്നാമത് ഇത് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ സമയത്ത് മെറ്റബോളിസം ഒന്ന് കുറയുന്നുണ്ട്. അപ്പോൾ ഈ മെറ്റബോളിസം കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡും നമുക്ക് എനർജി ആയിട്ട് കിട്ടണമെന്നില്ല. ഈ ടൈമിൽ ക്ഷീണം ഉണ്ടാവും. അപ്പോൾ ഈ എനർജിക്ക് പകരം ഇതെല്ലാം ഫാറ്റായിട്ട് അക്യുമുലേറ്റ് ചെയ്യുക. അപ്പോൾ പൊതുവേ സ്ത്രീകൾ പറയുന്നത്, ഞാൻ പെട്ടെന്നാണ് വെയിറ്റ് ഡോക്ടർ ഇങ്ങനെ 5 കിലോ കൂടിയത് കഴിഞ്ഞ 2 മാസം കൊണ്ടാണ്. ഇത് ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഒരു OP-യിൽ വന്ന ഒരു ഹസ്ബൻഡ് പറയണ്ടേ, ഡോക്ടർ അവൾ ഒട്ടും ഭക്ഷണം കഴിക്കില്ല, പക്ഷേ ഇപ്പോഴും നല്ലോണം വെയിറ്റ് കൂടി വരികയാണെന്ന്. അത് പ്രധാനമായിട്ട് എന്താ വെച്ചാൽ ഈ മെനോപോസൽ ഏജിൽ മെറ്റബോളിസം കുറവായിരിക്കും. അപ്പോൾ അവർ മുന്നേ കഴിച്ചിരുന്ന ഭക്ഷണം എത്രയാണോ ആ എമൗണ്ട് കഴിക്കുകയാണെങ്കിലും അവർ നന്നായിട്ട് ബൾക്കിയായിട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ അവർക്ക് എന്താ വെച്ചാൽ ഇൻസുലിൻസിൻ്റെ ഒക്കെ ബുദ്ധിമുട്ടുകൾ, ഫ്ലക്ച്വേഷൻസ് ഉള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ള വ്യക്തികളാണ്
ആണെങ്കിൽ അവർക്ക് പ്രമേഹമൊക്കെ വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. മറ്റൊന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഉറക്കം കിട്ടാത്തൊരവസ്ഥ. പലപ്പോഴും അവർ പറയാറ് എന്താ വെച്ചാൽ ഡോക്ടറെ രാത്രിയിൽ ഈ പണികളൊക്കെ കഴിഞ്ഞാലും ചില ഉറങ്ങാനേ സാധ്യമാവാറില്ല. ഉറക്കം കിട്ടാതെ തിരിഞ്ഞ് മറിഞ്ഞ് കിടന്നിട്ട് ഒരു ഫ്രഷ് ആവാത്തൊരവസ്ഥ. അതും ഈ ഹോർമോൺസിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. കാരണം ഹോർമോൺ ഇംബാലൻസ് വരുന്നതാണ്. അതിനൊക്കെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. നിങ്ങളൊരു റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക, അതുപോലെ യോഗ, മെഡിറ്റേഷൻ പോലെയൊക്കെ പ്രാക്ടീസ് ചെയ്യുക, കൃത്യമായിട്ട് വെള്ളം കുടിക്കുക, നമ്മുടെ ശരീരം പ്രോപ്പർലി ഹൈഡ്രേറ്റഡ് ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മറ്റൊന്ന് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ, നട്ട്സുകളൊക്കെ അടങ്ങിയിട്ടുള്ളത്, കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്നിവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനും ശ്രദ്ധിക്കുക. ഈ കേസിൽ പറയാനുള്ളത് കുറേ സ്ത്രീകൾ ഫൈബ്രോയിഡായിട്ടൊക്കെ നമ്മുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് അവരുടെ യൂട്രസിൻ്റെ അകത്ത് സിസ്റ്റുകളുണ്ട്, അല്ലെങ്കിൽ ഗ്രോത്ത്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കേസിൽ അവർ വരുന്ന ഈ ഒരു പീരീഡിൽ വരുന്ന ആൾക്കാർക്ക് മുന്നേ ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു. അതായത് ഞാൻ 30 വയസ്സുള്ളപ്പോൾ എനിക്കൊരു ഫൈബ്രോയിഡ് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനത് വലിയ കാര്യമാക്കിയില്ല, എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഡോക്ടറെ പൊടുന്നതിന് ഈ ബ്ലീഡിങ് കൂടിയപ്പോൾ ഞാനൊരു സ്കാൻ എടുത്തപ്പോൾ ആ ഫൈബ്രോയിഡ് 10 സെൻറ്റിമീറ്റർ ആയിട്ടുണ്ട്, ഇത്ര പെട്ടെന്ന് ഇതിങ്ങനെ ഗ്രോ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇതവർ പലപ്പോഴും അവർ ചെക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കാര്യം. അവർക്ക് ആ ഹോർമോണൽ ഇംബാലൻസ് ഇല്ലാതിരുന്ന സമയത്ത് അത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് പെട്ടെന്ന് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ കൂടിയ സമയത്ത് ഈ ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും കാര്യമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മെനപ്പോസിലേക്ക് തന്നെ സ്ത്രീകൾ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ മെനപ്പോസിൻ്റെ തൊട്ട് മുന്നേ ഉള്ള 5-6 വർഷങ്ങൾ പെരി മെനപ്പോസിൽ ഏജാണ്. അപ്പോൾ അതായത് ഈ 2 ഹോർമോൺസ് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഫ്ലക്ച്വേഷൻ്റെ സമയത്ത് തന്നെ ഈവൻ ദോ ഈസ്ട്രോജൻ സ്ത്രീകളുടെ ശരീരത്തിൽ കുറവായിരുന്നാൽ പോലും, എന്നാൽ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോണിനെക്കാട്ടിലും കുറച്ച് മുകളിലായിട്ട് നിന്നാൽ ഇത്തരം ഫൈബ്രോയിഡുകൾ, സിസ്റ്റുകൾ ഒക്കെ ഡെവലപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. കാര്യമായിട്ട് ഫൈബ്രോയിഡ് ഈസ്ട്രോജൻ നമ്മൾ എത്രത്തോളം എക്സ്പോഷർ ഉണ്ടോ അപ്പോഴാണ് ഫൈബ്രോയിഡ് ഡെവലപ്പ് ആവുന്നത്. അതായത് നേരത്തെ ഒരു കുട്ടിക്ക് പീരീഡായി, വളരെ നേരത്തെ 10 വയസ്സിൽ പീരീഡായി, 56-57 വയസ്സ് കഴിഞ്ഞിട്ടാണ് പീരീഡ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഈസ്ട്രോജൻ്റെ എക്സ്പോഷർ ആ സ്ത്രീയുടെ ബോഡിയിൽ വളരെ കൂടുതലാണ്. അത്തരം ആൾക്കാർക്കാണ് ഫൈബ്രോയിഡ് വരാൻ സാധ്യത. ഈ ഫ്ലക്ച്വേഷൻ്റെ പീരീഡിലാണ് ഓൾറെഡി ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നവർക്ക് പെട്ടെന്ന് അതൊന്ന് ഹൈപ്പായി വളരാനുള്ള സാധ്യത. എന്നാൽ പീരീഡ് നിന്നാലോ മെനപ്പോസിന് ശേഷം ഇത്തരം ഫൈബ്രോയിഡുകൾ ഭൂരിഭാഗം കേസുകൾ ഒരു 70-80% ചുരുങ്ങാനാണ് സാധ്യത കാണുന്നത്. അതുപോലെ തന്നെ ഈ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കണക്റ്റഡ് ആണോ? തീർച്ചയായിട്ടും ഇതുമായിട്ട് റിലേഷൻ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഹോർമോണൽ ഫ്ലക്ച്വേഷൻ്റെ സമയത്ത് തന്നെ ബ്രസ്റ്റിൽ ലംസ് ഡെവലപ്പ് ആവാറുണ്ട്. സിസ്റ്റിക് ചേഞ്ചസ് എന്നതിന് പറയുക. സിസ്റ്റിക് ചേഞ്ചസ് ബോഡിയിൽ എവിടെയും വരാം. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ബ്രസ്റ്റ് ക്യാൻസർ എല്ലാവർക്കും വരണമെന്നില്ല. ബ്രസ്റ്റ് ക്യാൻസർ വരാൻ സാധ്യതയുള്ള ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ടൈമിൽ നമ്മൾ ഒരു കുട്ടിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏർലി മെനാർക്കി അഥവാ നേരത്തെ പീരീഡ് ആവുക, അല്ലെങ്കിൽ ലേറ്റായിട്ട് മെനപ്പോസ് ആവുക, ഈസ്ട്രോജൻ എക്സ്പോഷർ കൂടുതലാണ്, കൂടുതൽ സാധ്യത അവിടെ വരുന്നുണ്ട്. അതുപോലെ ചൈൽഡ് ബിയറിങ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം കുഞ്ഞിന് ഫീഡ് ചെയ്യുന്ന ഒരു സമയം, പ്രസവിച്ചു കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന ആ പീരീഡിലൊക്കെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സാധ്യത വളരെ കുറവാണ്. എന്നാൽ 35 വയസ്സ് കഴിഞ്ഞിട്ടും പ്രഗ്നൻ്റ് ആവാത്തൊരു സ്ത്രീനെ സംബന്ധിച്ച് അവിടെ ബ്രസ്റ്റ് ക്യാൻസറിനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ഈ ലംസ് തിരിച്ചറിയാനുള്ള മാർഗ്ഗങ്ങളുണ്ടല്ലേ ഡോക്ടറെ? അതെ. അതുപോലെ തന്നെ എന്താ വെച്ചാൽ നമ്മളെപ്പോഴും പാല് കൂട്ടുന്ന അമ്മമാരിലാണ് ഇത് ഈ ബ്രസ്റ്റ് ക്യാൻസർ കുറഞ്ഞു വരാനുള്ള ചാൻസ് ഉള്ളത്. അപ്പോൾ കൃത്യമായിട്ട് ഇന്ന് പലപ്പോഴും എന്താ വെച്ചാൽ ഒരു സൗന്ദര്യത്തിൻ്റെ ഒക്കെ പ്രശ്നമായിട്ട് പാലൂട്ടൽ കുറഞ്ഞു വരികയാണ്. അപ്പം എപ്പോഴും ശ്രദ്ധിക്കുക, ബ്രസ്റ്റ് ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു ഉപാധിയാണ് കൃത്യമായിട്ട് നല്ല രീതിയിൽ നമ്മൾ പാല് കൊടുക്കുക എന്നുള്ളത്. കാരണം പാല് കൊടുക്കുന്നത് നമ്മുടെ ബ്രസ്റ്റ് ക്യാൻസർ കുറയ്ക്കാനുള്ള ഏറ്റവും നല്ലൊരു കാര്യമാണ്. പിന്നെ എപ്പോഴും നിങ്ങൾ ഈ കുഞ്ഞ് ആയതിന് ശേഷം ഫീഡിങ് 6 മാസമായിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നവരുണ്ടാവും. അതാണ് ഡോക്ടർ എടുത്ത് പറയുന്നത്. 6 മാസം കഴിഞ്ഞാൽ കുഞ്ഞിന് മറ്റ് ഫുഡുകൾ കൊടുത്തു തുടങ്ങുമ്പോൾ ജോലിക്ക് പോകുന്നവരാകുമ്പോൾ ആ ഫീഡിങ് അബ്രപ്റ്റ്ലി സ്റ്റോപ്പ് ചെയ്യുന്നവരുണ്ട്. അത്തരം കേസുകൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ 2.5 വയസ്സ് വരെയെങ്കിൽ പാൽ കൊടുക്കുക. 3 വർഷം ഒരു ഗ്യാപ്പ് ഇട്ട് അടുത്ത കുഞ്ഞാകുമ്പോഴേക്കും ഇവർക്ക് അത്യാവശ്യം ഒരു എമൗണ്ട് ഓഫ് ഒരു 20 ഇയേഴ്സോളം ഇവർക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടില്ലാതെ പോകും. പിന്നെ വേറെ ഒന്നുള്ളത് ഫാമിലി ഹിസ്റ്ററിയാണ്. അപ്പോൾ നിങ്ങളുടെ ഫാമിലി ഹിസ്റ്ററി ഓൾറെഡി ഉണ്ട്, പിന്നെ മദറിനുണ്ട്, അല്ലെങ്കിൽ ഫാദറിൻ്റെ സിസ്റ്ററിനുണ്ട്, അല്ലെങ്കിൽ ഗ്രാൻഡ് മദറിനുണ്ട്. ഇത്തരം കേസുകളൊക്കെ നമ്മൾ ഫസ്റ്റ് ഡിഗ്രി റിലേഷനിൽ വരുന്നവർക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ലംബ് ബ്രസ്റ്റിൽ വരികയാണെങ്കിൽ നിങ്ങൾക്കത് സസ്പെക്റ്റ് ചെയ്യാം. അതുപോലെ CA19 എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ചെയ്യാം. ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള മറ്റൊരു പ്രധാന റീസണാണ് നമ്മുടെ ഈ ഗർഭനിരോധന ഗുളികകൾ. ഇത്തരത്തിലുള്ള ഈ ഗർഭനിരോധന ഗുളികകൾ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ അല്ലാതെ തന്നെ പലപ്പോഴും വാങ്ങി കഴിക്കുന്ന വ്യക്തികളുണ്ട്. ഇത്തരത്തിൽ ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഈ ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, വേദനയുള്ള ലംസ് ആണെന്നുണ്ടെങ്കിൽ ആണ് ക്യാൻസറിലേക്ക് പോവുക, നല്ല പെയിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ പേടിക്കണം. പക്ഷെ നേരെ തിരിച്ചാണ്. യൂഷ്വലി ജനറലി നമ്മളൊരു 80% ബ്രസ്റ്റ് ക്യാൻസർ കേസസിലും പെയിൻലെസ് ലംസ് ആണ് ഉണ്ടാവാറ്.
തീരെ വേദന ഉണ്ടാവില്ല. നമ്മൾ എപ്പോഴും ഒരു ഇമ്മീഡിയറ്റ് ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബ്രസ്റ്റിൽ നിന്ന് എന്തെങ്കിലും ഡിസ്ചാർജ് വരുന്നുണ്ട്, ഇപ്പം അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും റിട്രാക്റ്റഡ് ആയിട്ട് ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുന്ന അവസ്ഥ ഉണ്ട്, ബ്രസ്റ്റ് മൊത്തത്തിൽ ഷ്രിങ്ക് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ബ്രസ്റ്റിൽ ഡിംപിൾസ് പോലെ ചെറിയ ചെറിയ കുഴികൾ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത്തരം കേസുകളിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അതുപോലെ തന്നെ കക്ഷത്തിനകത്ത് മുഴകൾ പോലെ ഫീൽ ചെയ്യുക, നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്ത് മുഴകൾ ഫീൽ ചെയ്യുക, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനനുസരിച്ചുള്ള ടെസ്റ്റുകളും ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കേണ്ടതാണ്. പിന്നെ ഈ മെനപ്പോസ് കഴിയുമ്പോൾ തന്നെ ബ്രസ്റ്റ് മാസം ഒന്ന് കുറയും. ഇപ്പം നമുക്ക് യൂഷ്വലി ഉണ്ടായിരുന്ന ബ്രസ്റ്റ് മാസം ഉണ്ടാവില്ല, ബ്രസ്റ്റ് ഷ്രിങ്ക് ആവും, സാഗ് ചെയ്യും, അതൊക്കെ വലിയ പ്രശ്നങ്ങളാണ് പിന്നീട്. ഇപ്പം ഈ ദാമ്പത്യത്തിലെ പരാജയങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് സ്ത്രീകളെ നമ്മളെ മെനപ്പോസിന് ശേഷം സമീപിക്കുന്നുണ്ട്. യൂഷ്വലി ഹസ്ബൻഡ് ആയിരിക്കും നമ്മുടെ അടുത്തേക്ക് വരിക. ഹസ്ബൻഡ് വന്നിട്ട് പറയുന്ന കാര്യം തന്നെ ഇവർക്ക് സെക്സിൽ തീരെ താല്പര്യമില്ല. രണ്ടാമത്തത് അവളറിയണ്ട അവളുടെ ബ്രസ്റ്റ് ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണ്, അപ്പോൾ അതൊരു താല്പര്യക്കുറവുണ്ട്, അപ്പോൾ എങ്ങനെയെങ്കിലും ബ്രസ്റ്റ് മാസ് കൂട്ടാനുള്ള വല്ല മെഡിസിൻസും ഉണ്ടോ, ബ്രസ്റ്റ് പഴയ പോലെ ആക്കാനുള്ള മെഡിസിൻസ് ഉണ്ടോ ചോദിക്കും. ഇതെല്ലാം അവരുടെ ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് നല്ലൊരു ആരോഗ്യവതിയായ പീരീഡ് അവർക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം ഈസ്ട്രോജൻ കുറയുന്നതിനനുസരിച്ച് അബ്രപ്റ്റ്ലി ഈസ്ട്രോജൻ സ്റ്റോപ്പ് ആവുന്ന ഒരു പീരീഡ് വരുമ്പോഴാണ് മെനപ്പോസ് എന്ന് പറയുന്നത്. അതിനുശേഷം ബ്രസ്റ്റ് ഷ്രിങ്ക് ആവും, അതിൽ ഫാറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഗ്ലാൻഡുലാർ മാസൊക്കെ പോയിട്ടുണ്ടാവും, തൂങ്ങിയിട്ടുണ്ടാവും, നിപ്പിൾ താഴോട്ട് പോയിൻ്റ് ചെയ്തിട്ടുണ്ടാവും, കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ഭർത്താക്കന്മാർ കൂടുതൽ അതിൽ ഇമോഷണലി ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ അത് ഇവർ പ്രസൻറ്റ് ചെയ്യും, വൈഫിൻ്റെ മുന്നിൽ നിന്ന് പ്രസൻറ്റ് ചെയ്താലും ഇല്ലാതെ പ്രസൻറ്റ് ചെയ്താൽ അത് അവർക്കും മാനസികമായിട്ട് വീണ്ടും ബുദ്ധിമുട്ടുണ്ടാക്കും. എൻ്റെ ശരീരം ഒന്നിനും പറ്റില്ല, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഓക്കെ അല്ല, ഞാൻ പഴയ രീതിയിൽ ഭംഗിയില്ല എന്നുള്ള ഒരു ഇമോഷണൽ സ്ട്രെയിൻ അവരുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. അതുപോലെ ഡോക്ടറെ, കാരണം ഈ മെനോപോസൽ ഇഷ്യൂസ് വരുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ സിംറ്റംസിൻ്റെ കൂടെ തന്നെ അവർ സെക്സിൽ താല്പര്യം ഇല്ലാത്തൊരവസ്ഥ വരും. കാരണം ഈ ഹോർമോൺ കുറയുന്നത് മൂലം തന്നെ അവർക്ക് പെയിൻ ആയിരിക്കും, പലപ്പോഴും ബന്ധപ്പെടുന്ന സമയത്തൊക്കെ പെയിൻ ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഇല്ലായ്മ, ഇതൊക്കെ ഈ ഹോർമോൺ ഇംബാലൻസ് മൂലം വരുന്നതാണ്. അതുപോലെ അത് തന്നെ അവരിലിപ്പോൾ ഡോക്ടർ പറഞ്ഞ മാതിരി അവർ തമ്മിൽ ഹസ്ബൻഡും വൈഫും തമ്മിൽ ഭയങ്കര കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പലപ്പോഴും ഹസ്ബൻഡ്സ് വിളിച്ചിട്ട് പറയാറുണ്ട്, ഡോക്ടർ ഇങ്ങനെ വൈഫിന് ഇങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ട്, നിങ്ങൾ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ പലപ്പോഴും ഇങ്ങനത്തെ കേസിൽ നമ്മൾ ഹസ്ബൻഡിനും കൂടെ വിളിച്ചിട്ട് നല്ലൊരു കൗൺസിലിംഗ് എന്നുള്ള രീതിയിലാണ് നമ്മളത് ഫോളോ അപ്പ് ചെയ്യാറുള്ളത്. അതിൽ തന്നെ ചില ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയം കൂടിയുണ്ട്, മെനോപോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്സ് ഇനി പാടില്ല എന്നുള്ള, അല്ലെങ്കിൽ പലപ്പോഴും സെക്സ് ചെയ്യാൻ പാടുണ്ടോ എന്ന് ആളുകൾ ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും മെനോപോസ് കഴിഞ്ഞാലും സെക്ഷൽ ലൈഫ് സാധ്യമാണ്. അതിൽ തന്നെ ആളുകൾ ഇത്തരത്തിൽ ഈ ഡിസ്പെരോണിയ, അതായത് വേദന ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ ലൂബ്രിക്കേഷൻ കുറയുന്ന ഒരു കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്താ വെച്ചാൽ അതിനനുസരിച്ചുള്ള ജെല്ലുകൾ യൂസ് ചെയ്യുകയും അതുപോലെ തന്നെ മോയ്സ്ചറൈസ് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുകയും അതോടൊപ്പം തന്നെ പങ്കാളിയായിട്ട് നല്ലൊരു തുറന്ന ആശയവിനിമയം ഉണ്ടാവുക. പലപ്പോഴും ഈ മെനോപോസിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ സെക്സിന് വേറൊരു പോസിറ്റീവ്നെസ് എന്താ വെച്ചാൽ പ്രഗ്നൻസി ഉണ്ടാവില്ല എന്നുള്ളൊരു ആശയം കൂടി ഉള്ളത് കൊണ്ട് തന്നെ അത് കുറച്ചും കൂടി നല്ല രീതിയിലാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലൂബ്രിക്കൻസുകളൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. യൂഷ്വലി നമ്മൾ ഇതിനെ കാണേണ്ടത് പോസിറ്റീവായിട്ടും പല കാര്യങ്ങൾ നമുക്ക് വീക്ഷിക്കാം. എപ്പോഴും നമ്മൾ നെഗറ്റീവായി ചിന്തിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ. ഇതൊരു സെക്കൻഡ് ഫേസ് ഓഫ് ഹണിമൂൺ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ആ ഒരു പീരീഡ് എന്ന് പറയുമ്പോൾ കുട്ടികൾ, അതെ, ചെറുപ്പത്തിൽ കുട്ടികൾ ഒരു വിഷയമാണ്. സെക്സിനെ സംബന്ധിച്ച് സെക്സ് ചെയ്യാൻ നേരം കുട്ടികൾ ഉറങ്ങിയോ എന്നുള്ള പേടി. പലപ്പോഴും നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ 10-15 വയസ്സ് വരെ കുട്ടികൾ എന്നെ കാണാൻ വന്നൊരു കപ്പിള് ഒരു സ്ത്രീ പറഞ്ഞ പരാതിയാണ്. ഒരു വളരെ യങ് ആയിട്ടുള്ള സ്ത്രീയാണ്, 38 വയസ്സുള്ളൊരു സ്ത്രീയാണ്. ആ സ്ത്രീ പറഞ്ഞത്, ഞങ്ങൾക്ക് കഴിഞ്ഞ ഒരു വർഷത്തിൽ 4 കോണ്ടാക്റ്റാണ് ആകെ ഉണ്ടായിട്ടുള്ളത്. ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പോയി. 4 കോണ്ടാക്റ്റ്. അപ്പോൾ ഇവർ തമ്മിൽ എന്തെങ്കിലും മാനസിക പൊരുത്തക്കേടുകൾ ഉണ്ടാവും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ പ്രശ്നം അതല്ല. അവരുടെ 16 വയസ്സുള്ള മകള് അവരുടെ കൂടെയാണ് കിടക്കുന്നത് ഇപ്പോഴും. അത് ഒരു ഉപ്പക്കുട്ടിയാണ്, അവളൊരു ഉപ്പക്കുട്ടി, അവിടുന്ന് പോവുകയില്ല, ഉപ്പാൻ്റെ കൂടെ കെട്ടിപ്പിടിച്ച് തന്നെ കിടക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ആ ഫാദറിനെ വിളിച്ചു, ഞാൻ അവരുടെ ഹസ്ബൻഡിനെ വിളിച്ച് ഒറ്റയ്ക്ക് ഞാനൊന്ന് സംസാരിച്ചിട്ട് പറഞ്ഞു, തീർച്ചയായിട്ടും നിങ്ങളെ കുട്ടീനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കിടത്താനുള്ള സമയമായി. അത് ശരിയല്ല, നിങ്ങളുടെ വൈഫിനോട് ചെയ്യുന്നതും ശരിയല്ല, മകളോട് ചെയ്യുന്നതും ശരിയല്ല. അപ്പം പലർക്കും ഉള്ളൊരു ധാരണയാണ് മെനപ്പോസിന് ശേഷം പിന്നീട് സെക്സ് പാടില്ല, അല്ലെങ്കിൽ അവർ പിന്നെ വേറെ കിടക്കണം. ഇപ്പം നമ്മൾ ചെറുപ്പം തൊട്ടേ കുട്ടികളുടെ മുന്നിൽ ഫാദറും മദറും ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് ഇടപഴകുന്നതും കെട്ടിപ്പിടിക്കുന്നതും കുട്ടികൾ കാണുന്നത് വലിയ പ്രശ്നമാണ്. എന്നാൽ ഈ ഫാദറും മദറും തമ്മിൽ തല്ലുകൂടുന്നത് കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ടായിരിക്കും. അത് ആർക്കും പ്രശ്നമല്ല. അത് കുട്ടികൾ പഠിക്കുന്നത്, അത് കണ്ടുപഠിക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾ കാണുന്നുണ്ട് എന്നുള്ള ടെൻഷനില്ല. എന്നാൽ ഈ അച്ഛനും അമ്മയും ഒന്ന് ഉമ്മ വെക്കുകയോ അല്ലെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കുകയോ ചെയ്യുമ്പോഴേക്കും കുട്ടികൾ കാണുന്നുണ്ട്. ഈ ഒരു ആറ്റിറ്റ്യൂഡിലാണ് നമ്മുടെ ഒരു തലമുറയിലെ ഇപ്പോഴും നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളിലും ആ കാഴ്ചപ്പാടാണ് ഉണ്ടാകുന്നത്. അപ്പം മെനപ്പോസ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സ്ത്രീകളും സ്വയം അങ്ങനെയാണ്
കരുതുന്നത്. പക്ഷേ അതെ കുട്ടികൾ അതെ ഡോക്ടറെ, കാരണം എന്താ വെച്ചാൽ ഒ പിയിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു സ്ത്രീ ഒരു 50+ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സ്ത്രീ ഹസ്ബൻഡ് എന്നോട് ഈ ഒരു ഇഷ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരുടെ വൈഫിന് തീരെ സെക്സിന് താല്പര്യമില്ലയെന്ന്. അപ്പോൾ ഈ സ്ത്രീ പറയണ്ടായി, ഒരു 50+ ആയിട്ടുള്ള സ്ത്രീ പറയണ്ടേ, ഡോക്ടർ എങ്ങനെയാണ് മരുമക്കളൊക്കെ ഉണ്ട് വീട്ടിൽ, അപ്പോൾ എങ്ങനെയാണ് അവരുടെ മുന്നിൽ വെച്ചിട്ടൊക്കെ എന്താ വെച്ചാൽ ഇങ്ങനെ ഹസ്ബൻഡിൻ്റെ കൂടെ കിടക്കാനൊക്കെ പാടുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പാടുണ്ടോ എന്നുള്ളൊരു തോന്നലാണ്. കാരണം സമൂഹത്തിൻ്റെ ഇടയിൽ തന്നെ എന്താ വെച്ചാൽ ഒരു 50+ ഒക്കെ ആകുമ്പോഴേക്കും തന്നെ ഹസ്ബൻഡും വൈഫും സെപ്പറേറ്റഡ് ആയിട്ട്, കാരണം ഇത് ഇനി മെനോപോസ് കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്സ് പാടില്ല എന്നുള്ളൊരു ധാരണയാണ്. അതെ, തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചിന്താഗതി നമുക്കിടയിൽ തന്നെ ഉണ്ട്. നമ്മൾക്ക് തന്നെ ഇപ്പം നമ്മൾ വളർന്ന സാഹചര്യം അങ്ങനെ തന്നെയാണ്. ഇനിയുള്ള തലമുറയെ നമ്മൾ വളർത്തുന്ന പോലെ ഇരിക്കും നാളെ എങ്ങനെയാണ്. പക്ഷേ മെനോപോസ് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി സെക്സ് ആസ്വാദികരമാവാം എന്നുള്ളതാണ്. ചെറിയ കുട്ടികളില്ല പീരീഡിൽ. ഇനി വല്ല മക്കളും ഉണ്ടെങ്കിൽ തന്നെ ഒന്നെങ്കിൽ പഠിക്കാൻ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കല്യാണം കഴിച്ചു വിട്ട മക്കളായിരിക്കും. ഇവർ വീണ്ടും സെൽഫായിട്ടുള്ള ഒറ്റയ്ക്കുള്ള ഒരു ജീവിതം ആസ്വദിച്ച് തുടങ്ങേണ്ട ഒരു സമയമാണ് ഈ പീരീഡിൽ. ഈ സ്ത്രീക്ക് അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അതിൽപ്പെട്ടതാണ് യോഗ സ്ഥിരമായിട്ട് ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾക്ക് ഉള്ളിൽ എന്തെങ്കിലും അപകർഷതാബോധങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം നമുക്ക് കുറയ്ക്കാൻ പറ്റും ഈ ഒരു പീരീഡിൽ. ഡെയിലി എക്സസൈസുകൾ ഇതാക്കുക, കാരണം ഹസ്ബൻഡും വൈഫും കൂടെ എക്സസൈസ് ചെയ്യുന്നത് അവരുടെ ബോണ്ടിങ് കുറച്ചും കൂടി നല്ല രീതിയിലാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ ഡയറ്റിലൊക്കെ നല്ല രീതിയിൽ അവരുടെ ആരോഗ്യത്തിന്, കാരണം ഓസ്റ്റിയോപോറോസിസും ഹാർട്ട് ഡിസീസൊക്കെ വരാനുള്ള ഒരു ചാൻസ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ അവരുടെ ഡയറ്റും അത്തരത്തിൽ ഹസ്ബൻഡും വൈഫും കൂടെയൊക്കെ ഷെയർ ചെയ്ത് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഫോളോ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഒരുപാട് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവുന്നുണ്ടെന്ന്. ഈ നാച്ചുറൽ റെമഡീസ് കൊണ്ട് നമുക്ക് ഈ ഹോർമോണൽ ഇംബാലൻസിനെ എങ്ങനെ റെഡിയാക്കാൻ പറ്റും? ഈ നാച്ചുറൽ റെമഡീസ് എന്ന് പറയുന്നത് നമുക്ക് യോഗ, മെഡിറ്റേഷൻ പോലെയുള്ളവ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതുപോലെ തന്നെ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക, അത് നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ സഹായിക്കും. മറ്റൊന്ന് വെച്ചാൽ ആദ്യം പറയേണ്ടത് നല്ല ആങ്സൈറ്റി, ഡിപ്രഷൻ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ, മാനസികമായ മൂഡ് സ്വിങ്സ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും അടുപ്പമുള്ളവർ, അതായത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ്, ഇവരോട് നന്നായിട്ട് സമയം സ്പെൻഡ് ചെയ്യുക, അവരുമായിട്ട് ഫോൺ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഹാപ്പിനെസ് കിട്ടുന്ന കാര്യങ്ങളിൽ നമ്മൾ എൻഗേജ്ഡ് ആവുക. നമ്മുടെ ഹോബീസുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക. ഇതൊക്കെ നമുക്ക് ഈ കാലഘട്ടത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിനെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ക്ലിയർ ആക്കാൻ സാധിക്കും. ഇനി വല്ലാതെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇത്തരത്തിൽ ഡോക്ടറുടെ ഒരു ഹെൽപ്പോട് കൂടിയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് ഭക്ഷണത്തിൽ ചില കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഈസ്ട്രജൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതിനകത്ത് ഏറ്റവും ഒന്നാണ് നമ്മുടെ ഫൈറ്റോ ഈസ്ട്രജൻ അടങ്ങിയിട്ടുള്ള ഉലുവ നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതും ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സഹായിക്കും. അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള രീതിയിൽ ഉറക്കം കിട്ടുക എന്നുള്ളത്, കാരണം നമ്മൾ ഡെയിലി എക്സസൈസൊക്കെ ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈം ഷെഡ്യൂൾ ചെയ്യുക, നമ്മൾ കൃത്യമായിട്ട് ഉറങ്ങുക എന്നുള്ളത്, കൃത്യമായിട്ട് വെള്ളം കുടിക്കുക, നമ്മുടെ പോഷക സമ്പുഷ്ടമായിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് സമീകൃത ആഹാരം, പ്രത്യേകിച്ച് കാൽസ്യത്തിനും വൈറ്റമിൻ ഡിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി ഉണ്ടായിരിക്കും വരില്ല. അപ്പം അതൊക്കെ മോണിറ്റർ ചെയ്തിട്ട് അതിനനുസരിച്ച് സപ്ലിമെൻറ്റ്സ് ഒക്കെ കഴിക്കുക. ഏറ്റവും നല്ലൊരു സപ്പോർട്ട് ഫാമിലിയിൽ നിന്ന് ഉണ്ടാവുക എന്നുള്ളത്, മക്കളായാലും ഹസ്ബൻഡ്സ് ആയാലും നല്ല രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്താൽ വളരെ വേഗം ഈ ബുദ്ധിമുട്ടുകൾ നമുക്ക് മാറ്റാൻ പറ്റും. സ്ത്രീകളിൽ ഈ പീരീഡ് ഒട്ടും ടെൻഷൻ അടിക്കേണ്ട ഒരു കാലഘട്ടമല്ല. പലപ്പോഴും ഇതിനെ പേടിയോടെ കാണുന്നവരാണ് നമുക്ക് ചുറ്റിലും. ഇത് അറിവില്ലായ്മ കൊണ്ടാണ് അങ്ങനെ വരുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് ഡോക്ടർ പറഞ്ഞ പോലെ ഡയറ്റ്, എക്സസൈസ്, അതോടൊപ്പം ഫാമിലി സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് കുട്ടികളുടെ സൈഡിൽ നിന്നായാലും ഹസ്ബൻഡിൻ്റെ സൈഡിൽ നിന്നായാലും ആ ഒരു ഫാമിലി സപ്പോർട്ട് സ്ത്രീകൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫേസ് വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ കടന്നു പോകാൻ പറ്റും. പിന്നെ പലരും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഈ സമയത്ത് ഹിസ്റ്ററക്ടമി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പം ഈ ബുദ്ധിമുട്ട് ബ്ലീഡിങ് ഇഷ്യൂസ് കൊണ്ടായിരിക്കാം യൂട്രസ് എടുത്ത് കളഞ്ഞ ആൾക്കാരും ഇടയിലുണ്ടാവും. അപ്പോൾ യൂട്രസ് നേരത്തെ എടുത്ത് കളഞ്ഞവർക്കും ഈ മെനപ്പോസ്, നാച്ചുറലി മെനപ്പോസ് ആയവരും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ യൂട്രസ് നേരത്തെ എടുത്ത് കളയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നുമില്ല. നിങ്ങൾക്ക് ചിലപ്പം ഗ്യാസ്ട്രിക് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറച്ച് കൂടിയേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ലൂബ്രിക്കേഷൻ്റെ അളവ് പിന്നെ ക്രമാതീതമായിട്ട് കൂടുന്നതായിട്ട് കാണാം. ലൂബ്രിക്കേഷൻ എന്ന് പറയുമ്പോൾ ബൈ ഡിസ്ചാർജ് പോലുള്ള കംപ്ലയിൻസ്. അപ്പോൾ ഇതിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈസ്ട്രോജൻ കാര്യമായിട്ട് വരുന്നത് അണ്ടാശയങ്ങളിൽ നിന്നാണ്, ഗർഭാശയങ്ങളിലല്ല. അപ്പോൾ നിങ്ങളുടെ അണ്ടാശയങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ലെങ്കിൽ അത് റിമൂവ് ചെയ്യില്ല. ഹിസ്റ്റക്ടമിയിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവലുണ്ട്, ഈ ഗർഭാശയവും അണ്ടാശയവും ഒരുമിച്ചെടുക്കുന്നത്. അത്തരം കേസുകൾ നിങ്ങൾ 40 വയസ്സിന് മുന്നോ അല്ലെങ്കിൽ 30കളിലൊക്കെ നിങ്ങളുടെ അണ്ടാശയം കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസ്ട്രോജൻ ഡെഫിഷ്യൻസി വരാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലുള്ള മെനപ്പോസൽ സിംറ്റംസ് എല്ലാം ഡെവലപ്പ് ആവും. എന്നാൽ നിങ്ങൾക്ക് ഗർഭാശയം മാത്രമാണ് എടുത്ത് കളഞ്ഞിട്ടുള്ളത്, അണ്ടാശയം അവിടെ ഉണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് ഈസ്ട്രോജൻ സെക്രീഷൻ പഴയ പോലെ തന്നെ ഉണ്ടാവും. ബോഡി വളരെ നോർമലായിട്ട് തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ കേസുകളിൽ പലരും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്, അണ്ടാശയവും ഗർഭാശയം എടുത്ത് കളയേണ്ട ആവശ്യമുണ്ടോ? ചില ഫൈബ്രോയിഡ് റിസൾട്ടുകളൊക്കെ അയച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പെത്തോളജി യൂട്രസിലുള്ള ഒരു സ്കാൻ റിപ്പോർട്ട് അയച്ചിട്ട് ഇതിൽ എടുക്കണോ ഡോക്ടറെ എന്ന് ചോദിക്കാറുണ്ട്. പലപ്പോഴും നമുക്ക് മെഡിസിൻസ് കഴിച്ചെങ്കിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ നിങ്ങളുടെ ഫൈബ്രോയിഡിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണ്,
വളരെ സ്പീഡിൽ ഗ്രോ ചെയ്യുന്ന ഫൈബ്രോയിഡ് ആണോ, അല്ലാന്നുണ്ടെങ്കിൽ അത് സ്ലോ ഗ്രോയിങ് ആണോ, മരുന്ന് കൊടുക്കുമ്പോൾ അതേപോലെ നിൽക്കുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം പരിശോധിച്ചിട്ടാണ് നമ്മളൊരു സ്ത്രീയിൽ അവിടെ ഗർഭാശയം എടുത്ത് മാറ്റേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കാറ്. ഭൂരിഭാഗം കേസുകളിലും ചില ഫൈബ്രോയിഡ്സ് എല്ലാം മെനപ്പോസിന് ശേഷം ചുരുങ്ങുന്നത് കൊണ്ട് മാക്സിമം നമ്മൾ യൂട്രസും അണ്ടാശയമൊക്കെ അവിടെ നിലനിർത്താനാണ് നോക്കാറുള്ളത്. അപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് ഫോളോ ചെയ്യുകയാണ്. ആ ചിട്ട നിങ്ങൾക്ക് നേരത്തെ ഉണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളെയൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യം വരില്ല. നമ്മൾ ആർത്തവ വിരാമത്തെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്, പക്ഷേ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ അതിൽ ഏറ്റവും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും വലിയ വലിയ ധർമ്മങ്ങളാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മളത് എടുത്തു മാറ്റുന്ന, സർജറി ചെയ്യുന്ന ഒരു രീതിയാണ്, ഒരു പ്രവണതയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു ഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു 1, 2, 3 ഡോക്ടേഴ്സിനെ കണ്ട് നിർദ്ദേശങ്ങൾ ചോദിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. പലപ്പോഴും നമുക്ക് ഈ സർജറിയിലേക്കൊന്നും പോവാതെ നമ്മുടെ അവയവങ്ങൾ അതേപോലെ നിലനിർത്താനും നമ്മുടെ അസുഖങ്ങളെ മാറ്റിയെടുക്കാനും സാധിക്കും. അത്തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്നുണ്ടെങ്കിൽ, അതുപോലെ ആർത്തവ വിരാമവുമായി ബന്ധപ്പെട്ട് മാനസികമായോ ശാരീരികമായോ നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങളോ നിങ്ങളുടെ ഫാമിലിയോ ഡോക്ടേഴ്സിൻ്റെ കൺസൾട്ടേഷൻ തേടാവുന്നതാണ്. ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ നിഷിത, ഡോക്ടർ ജോബിത അബ്ഷൻ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ഇത്രയും നേരം നമ്മോട് സംവദിച്ച് വിലയേറിയ നിർദ്ദേശങ്ങൾ നൽകിയതിന് ഒരുപാട് നന്ദി.